നാമം മേലിലങ്ങവന്നുരാമാക്കിരമ്യതുകൊണ്ടും ഭൂമിയിലെങ്ങും വർണ്ണിച്ചിടുവോർ ബലം കൊണ്ടും കാമപാലന് ബലഭദ്രനെന്നതും ചൊല്ലൂ. പിന്നെയും പല പല കർമ്മങ്ങൾ നിമിത്തമായി അന്നന്ന് ഭിരനാമധേയങ്ങൾ നമുക്കെല്ലാം സംഭവിച്ചിടും പോകാം എന്നിങ്ങനെ നിയോഗിച്ചാൽ അംഭോജനത്തിൽ നിജയോഗമായി തൽക്ഷണേ ഭഗവത് വാക്യങ്ങളും പരിഗ്രഹിച്ചുൾക്ക് മെച്ചതമായ ദേവിയും വസുദേവ പത്നി ദേവകിയുടെ ഗർഭമാകർഷിച്ച് അന്യപത്നിയിലാക്കി നന്ദപത്നിയിൽ താനും നിന്നാൽ ഭദ്രശീലാംഗിയാകും ദേവയുടെ ഗർഭം ചിന്തിച്ചു പോയതുപോലെ എന്നുള്ളതെല്ലാവരും ശബ്ദിച്ചു തുടങ്ങിനാൽ അക്കാലം നാരായണൻ സത്യബുദ്ധിമാൻ വസുദേവർദ്ധൻ ഹൃദയത്തിൽ നിത്യവും ധ്യാനിച്ചിടും. ധ്യാന രൂപത്തിൽ ചേർന്നു സത്യരൂപിയും ശോഭിച്ചിടിനാൽ അത്യത്ഭുതവും ഭക്തവത്സലുടെ നിത്യ സാന്നിധ്യം കൊണ്ട് ഭക്തനാവൻ അർക്കതേജസ വിളങ്ങിന. തൽക്കാലേ മുഗ്ധാംഗ്യം പത്നി ദേവകി തന്നിൽ ഉൾക്കാമ്പിൽ വളർന്നത് വിഭ്രമ സ്നേഹഭോഗം തൽസൂത്രമാർഗേണ ചെന്നെത്തിനാൻ അവളുടെ ശുദ്ധമാം ഗർഭാശേ നിത്യനാമഖിലേശൻ. ശുക്ലബിന്ദുക്ക തന്നെ വേണമെന്നുണ്ടോ ജഗൻ സർഗപാലന ലയ കാരണം തനിക്ക് ഓർത്താൽ നിഷേധ ചരാചരാചാര്യനാം ഭഗവാനാൽ പശ്ചമേതരതകങ്കരനാൻ ശശാങ്കനെ ഗർഭിച്ചു നിൽക്കുമ്പോൾ ശോഭിച്ചിൽ അവളേതും ദുർഭകം പിടിച്ചന്ത മന്ത്രി ബന്ധിക്കാൻ ഹസ്തപത്മത്താൽ ആച്ഛാദിച്ച ദീപത്തെ പുനരത്രയോ പുറത്തങ്ങ് ശോഭിച്ചിടാതെ പോലെ വിദ്വാനവൻ ആർക്കും ബോധിപ്പിച്ചിടാതെ കണ്ട് ഉൾത്താരിൽ തന്നെ വെച്ച് സംഗ്രഹിച്ച് ഒരിക്കലും വിസ്തരിച്ചിടാതൊരു വിദ്യ എന്നതുപോലെ നിസ്തേജസ്രിയായ അത്യന്തമെന്നാകിലും സ്വസ്വാമിനെ കംസൻ വന്ന് കണ്ടു നേരം പത്മബാന്ധവനോളം ദീപ്തിയായി കാണേ വന്നു. വിദ്വേഷഭക്തൻ ധനിക്കപ്പെടുകയാൽ വിസ്മയമൊരുതരം വർദ്ധിച്ച് മേന്മേൽ ഏറ്റവും ഉൽപ്പാടങ്ങളുടെ ഗർഭധാരണങ്ങൾ പണ്ട് ഇപ്പോലെ ശോഭിച്ചു കണ്ടില്ല ഞാൻ ഒരു നാളും. ഇന്നിപ്പോൾ എന്നെ ക്രമാനെ കൊണ്ട് നാരായണൻ വന്നിവൾ ഉദരത്തിന് നവതാരം ചെയ്യുവന്നവരുടെ സാന്നിധ്യം കൊണ്ടുള്ളത് കാണായി വന്നത് എന്ന് തോന്നിയിടും കണ്ടാൽ. എന്നാൽ ഞാൻ ഇവൾ തന്നെ കൊല്ലുവാൻ ഏറ്റവും എളുത്. എന്നാൽ എന്ന് അന്നല്ല ഒരു പെണ്ണിവൾ അടുത്തുള്ള ഒരു ഗർഭിണിയല്ലോ. പെൺകൊലയ്ക്കാവത്തൊഴിഞ്ഞൊരു ഫലമേതും സങ്കടം ആയുസ്സമുണ്ട് എന്ന് ചൊല്ലിക്കേൾപ്പോ ആയുസ് വർദ്ധിപ്പിനുള്ള വിചാരം ഇതാകുന്നത് എനിക്കെന്ന് വന്നാലും അരുതല്ലോ. കേവലം ഇവളെ കൊല്ലുക എന്നുള്ളത് ഒരിക്കലും ജീവിതാവതം നരകാപ്തി ഉണ്ടായി വരോ. എന്നാൽ ഞാൻ ഇവളെ കൊല്ലുകയെന്നുള്ളത് ഒരിക്കലും നന്നല്ല. പുനരിവിടെ തന്നെ ഗർഭസ്ഥനാന്നം തന്നെ വളർന്ന് എന്നെ കൊന്നിടുന്നതിന് മുൻപേ വന്ദനെന്നിരിക്കലും അവനെ കൊന്നിടുവാൻ നിർണയം അവൻ എന്നെ കൊന്നാലെന്നിരിക്കലോ നന്നല്ലോ മോക്ഷം സാധിച്ചിടുവാൻ. അല്ലാതെ ഞാൻ വല്ലാതെ ദുരാശകളോ അല്ലാതെ ഓർത്താൽ എനിക്ക് അല്ലലായി വരും അത്രേ നല്ലതായി വരാനൂനവും. ഇങ്ങനെ വിജ്ഞാപിതനായ കംസൻ വരണം അങ്ങനെ ഭഗവാങ്കലുറച്ച് അമഞ്ഞൊരു വിദ്വേഷഭക്തി നടക്കുമ്പോഴും നിൽക്കുമ്പോഴും ഉൾക്കാമ്പിൽ ഒരടുത്ത് പോയി കിടന്നിടുമ്പോഴും കുളിക്കുമ്പോഴും ഭുജിക്കുമ്പോഴും യഥാരുചി കളിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും എന്ന് വേണ്ട സർവകാലവും മനക്കാമ്പിൽ നിന്നിളകാതെ സർവലോകേശൻ തങ്ങൾ ഉറച്ച ഭയസ്മൃതി സർവദാ കലർന്നു കാണായതും കേൾക്കായതും സർവവും വിഷ്ണുമയമെന്ന് വിഭ്രമം കൊണ്ട് ദുർവൈരധ്യാനത്തുടങ്ങിയവിനാൻ ഭോജാധിപൻ സർവജാതി ഭക്തിമുക്തി നൽകിയിടും ദൃഢം. അങ്ങനെ ചെല്ലും കാലം ദേവകീ ഗർഭത്തിങ്കൽ തിങ്ങനെ ജഗന്നാഥനീക ലോകത്തിങ്കൽ മംഗളം വളർപ്പതിന് അവതാരം ചെയ്യുവാൻ അംഗസമ്പൂർണത്വം പൂണ്ടാരംഭിച്ചത് കൊണ്ട് തിങ്ങിന ഭക്തിയ സുരേന്ദ്രാദി നിർജ്ജരന്മാരോ ഗംഗാകാമുകൻ താനും അംബുജാസനൻ താനും സംഘവൈരാഗ്യത്തോട് മേവിന തപോധന പുങ്കവന്മാരെല്ലാരും നാരദ മുനീന്ദ്രനും യക്ഷകിന്നര ഗന്ധർവ ഉരകാദികൾ അന്തരീക്ഷജാതികളായുള്ളവർ വിഹായസ തത്ര സീമനി നിന്ന് കൽപ്പകസൂനങ്ങൾ തൽപത്ര സങ്കുലതലൈരത്രയും ആരാധിച്ച് ഭക്തവത്സരം കൂപ്പി സ്തുതിച്ചു തുടങ്ങിയ പ്രഭോ പരമാത്മനേ നമോ നമാനിത്യം നിർമ്മലം നിഗമാന്തവാക്യാർത്ഥം പരം തത്വമദ്യം സർവസാക്ഷണം പരാത്മാനം ചിൽസുത സ്വയം ജ്യോതിരുജ്വലം സനാതനം സ്വരൂപത്തിൽ തെളിഞ്ഞപ്പോഴും തോന്നിയേണമേ. സത്യതൽപരനായ തിരുവടി ഒഴിഞ്ഞിത്തിൽ ലോകത്ത് പരിപാലിപ്പാൻ പറ്റിയ വണ്ണം ചിത്തകാരുണ്യം വളർന്നാലുള്ള അഖിലേശ ചിത്തപത്മത്തിൽ ജഗത്തിങ്ങനെ നിരന്തരം സൃഷ്ടിച്ച് ഭരിച്ച് അഴിച്ച് ഉള്ള ലീലകളാലെ പുഷ്ടിയാം പ്രകൃതിയിൽ ആനന്ദിച്ചിടചേരും നിർഗുണാത്മനെ ഗുണത്രതേ ഭേദാത്മനെ സൽഗുണാത്മനെ സകല പ്രപഞ്ചൈകാത്മനെ തുഭ്യം അന്വഹം നമസ്കാരം. അസ്മാകം സർവമഭിതയങ്ങളെ വിശ്വേക സാക്ഷി
തപമായ അനുസരണാർത്ഥിച്ച വളർത്തി നിന്നീടും ഈ പ്രപഞ്ചത്തെ കശ്ചിത് ഉത്തമ വൃക്ഷസംഹിതം വയം ഇപ്പോൾ നിശ്ചയിക്കുന്നു. പാർത്താറുണ്ടല്ലോ ഫലത്വയം കൽപ്പേറും ത്രിമൂലങ്ങൾ ചത്വാരിരസങ്ങളും കൽപ്പങ്ങും കവരമഞ്ച് ആറതിനാധാരങ്ങൾ സപ്തനാത്വക്ക് അങ്ങ് അഷ്ടശികൾ നവചിത്രം പത്തിരകളും ചേർന്ന് നിൽക്കുന്ന ഈ പ്രപഞ്ചീയ വൃക്ഷത്തിന്മീതെ രണ്ടു പക്ഷിരൂപങ്ങൾ ഇവ നിഷ്കളനായ ഭവൻ നിൽക്കുന്നു. സദാലം നിശ്ചയം വൃക്ഷം തൊൽജ്ഞാനീയ കുടാരത്താൽ സച്ചിത് അധ്യാത്മധ്യാനന്മാർ പരിച്ഛേദിക്കുന്നു. വൃക്ഷവും ഇച്ഛാനുധ്യാതന്മാരാം ദക്ഷന്മാരാൽ ഉഗ്ര നൈഷ്ഠ കുടാരാഗ്രത്താൽ ഛേദിക്കുന്നു. അപ്പോഴോ തമ്മിൽ ഭേദമില്ലല്ലോ പുനരേവം. ഈ പ്രപഞ്ചത്തെ ഭവാൻ സൃഷ്ടിച്ച് ഭരിച്ചുള്ള സത്വരമണിച്ച് വർത്തിച്ചിടും വികൃതികൾ വിദ്യാ മഹാഛായതലിൽ നിന്നാകൊണ്ട് നിത്യനാം നിന്നെ മായാഭക്തന്മാർ പലജാതീത്ത മോഹേന കണ്ട് വിഭ്രമിച്ചുഴലുന്നു. വിദ്വാൻമാർഗേജിൽ തപ അനുഗ്രഹ ശക്തിയ അവതത്വ സത്യത്തെ തെളിഞ്ഞേകമായി കണ്ടിടുന്നു. ഒക്കെയും തപമായ വിദ്യകളിവയെല്ലാം ഉക്കാമ്പിൽ ഞങ്ങൾക്കറിയാമതല്ലോർത്താലൊന്നും. ഇപ്പോൾ നീ ഇവിടെ ഈ വേഗത്തെ അവഗീസുനാവൻ കൽപ്പിച്ച മൂലം ഞങ്ങൾ ഇങ്ങനെ വർണ്ണിക്കുന്നു. ഇഷ്ടപത്രാണ്യേന സത്യക്കളെ രക്ഷിപ്പാൻ അസത്യ നിഗ്രഹം ചെയ്തിടുവാൻ പൃഥ്വിയിൽ അന്നന്ന് അവതീർണരായ ചമയം വൃത്താന്ത ഗതിഭേദ വർണ്ണന സ്വഭാവത്താൽ സത്തുക്കൾ സംസാരമാം അത്തിയെ കടന്നുടയത്തേളതായി മുക്തി ലഭിക്കുന്നു. തൽപാദ ഭക്തിപ്ലവം ആരോഗ്യ ലംഘിപ്പവരപ്പോധം കൂടെ കൊണ്ടുപോയില്ല എന്നും ഞമ്മേ മറ്റൊരു വർക്കം കടക്കേണ്ടി കൊള്ളാം എന്നോർത്തറ്റമേ തീരത്തിങ്ക നിവർത്തിച്ചിരിക്കുന്നു. തൽക്കടവിന് നേരെ ചെല്ലുവൻ തവ കൃപാവയ്ക്കൊണ്ടൊഴിഞ്ഞു മറ്റൊന്നിനാലാവതില്ലേ. ബദ്ധനാവൻ ഭവൻ കാരുണ്യം ചത്തിയുണ്ടാൽ ഭക്തി വിട്ടും എത്രയും ഗർഭിച്ചു അധ്യക്ഷത കൊണ്ടെന്ന് അഖിലേശനെ സേവിച്ചു പ്രത്യക്ഷമാക്കിക്കൊണ്ടേൻ എന്നുള്ള ഒരു അഹംഭാവം കൈക്കൊണ്ട് വധച്ചവരുമതന്നെ. ഭക്തന്മാരെല്ലാം കൃപാലക്ഷണം പ്രഭകണ്ടാൽ നിഷ്കളാത്മാവാൻ നിങ്ങളൊക്കെയും സമർപ്പിച്ച് മുക്തി ലക്ഷ്യത്തോട് അഭിയുക്തരായ ആനന്ദിച്ചു നിൽക്കുന്ന ഒരളവ് അവർക്കെത്തിയുടെ അനുഗ്രഹം കൃപാവശാൽ അവർക്കെന്ത് ചാഞ്ചല്യം. പിന്നെ ശത്രുഭാവത്തെ തേടും കശ്മല ഭൂതങ്ങൾ തന്നുത്തമംഗങ്ങൾ തോറും കൂടവേ നടന്നിടാം. ചെത്തി സന്ദേഹം തോന്നിയിടാകിലോ ഭക്തന്മാരൊറ്റ വാത്സല്യം ഭവാനെ പോലെ മറ്റാർക്കുള്ളോ. നിത്യം അതുകൊണ്ട് നിശ്ചിതി ഭാരം തീർത്ത് സത്യധർമ്മങ്ങളെ രക്ഷിപ്പാനെ കൊണ്ട് ഒരു മറ്റ വിഗ്രഹം ധരിച്ച് അവതരിച്ചേടും തൽസ്വരൂപത്തെ തെളിവോട് കണ്ട് അനുവേലോ സജ്ജനങ്ങൾക്ക് മലയാളി സേവിക്കാവോന്ന് അർജുനാത്മന കർമ്മ മുക്തി വന്നിടുമെന്ന് നിന്റെ പടി സത്വഗുണവാനല്ലെന്ന് ആകിൽ അന്തരവിജ്ഞാനമില്ലെന്ന് വന്നതും പണ്ടേ സന്തവ ഗുണപ്രധാനാത്മനാകും തവ ചിന്തനാദികൾ കൊണ്ട് ഭക്തന്മാർ തെളിഞ്ഞിടും. ഭക്തന്മാർ തെളിഞ്ഞ് സേവിച്ച് എന്നിടുന്ന നിത്യസത്യാത്മ നിയമത്വം പ്രസാദിക്കും. ത്വൽപ്രസാദത്താൽ അധർമ്മങ്ങളൊക്കെ നീങ്ങൂ. അപ്പോഴും അത്യാനന്ദം പ്രാപിക്കും. ജഗത്തെല്ലാം യുദ്ധമുള്ള അനുഗ്രഹ ശക്തി കൊണ്ട് ഉലകിടം അത്യന്തം പരിപാലിക്കുന്ന നീ ഇതുകാലം പൃഥ്വിയിൽ വസുദേവപുത്ര അവതരിച്ചത്യതിർപ്പനങ്ങും സഞ്ചരിച്ചിടും വിധോ തിക്കടൽ ചുവട്ട് അടയാളങ്ങളെല്ലാടവും ചക്ര സംഘാധ്യ മത്സ്യ കുരിശാദ്യലങ്കൃത ചമകയാൽ ഈ ത്രിലോകികളിൽ മഹാദിഷ്ടവാന്മാരായി വന്നാർ. ഇഷ്ടലാഭത്താലെല്ലാം എങ്ങോ നിഷ്കളാത്മാവായി തെളിഞ്ഞ് ഉൾക്കമലാനന്ദനായി നിൽക്കുന്ന നിനക്കുണ്ടോ ജനനം എന്നല്ലേ ചിത്ത സന്ദേഹം. അത് നിന്നുടെ മഹാമായ വൃത്തികളത്രേ. വികൽപ്പഭ്രമം നിനക്കില്ല നിശ്ചയമെന്നാകും തദ്രജോ ഗുണവശാൽ വിശ്വസദ്ഭാവം പൂണ്ട് സൃഷ്ടിച്ചിടുന്ന ലോകം. കദ്രുനന്ദന കുലഭൂഷണാകാരം പൂണ്ട് രുദ്രനായി തമോ ഗുണം കൊണ്ട് സംഹരിപ്പാനും സപ്തമാശ്രയിച്ചവനായ മാധവ സ്വഭൂരിദ്ധം ആത്മന ഛായാമായ നിരന്തരവും മത്സ്യകച്ചവകടിയന്ത്രോത്തമനരകരി വത്സനാരദ വ്യാസ കപിലദത്താത്രേയ യജ്ഞഭാഗോപൃതമോഹിനി ഹരികയ സുജ്ഞരാഘവ സനകാദികൾ പല പല ദുഷ്ടനിഗ്രഹരണാവതാരങ്ങൾ ചെയ്തൊരു ഇഷ്ടഭക്ത അഭിമത ദത്ത ദൈവമേഹരേ ചിത്തകാരുണ്യങ്ങൾ നിന്നു നീ വസുദേവപുത്രനായി അവതരിച്ച് ഉള്ള ദുർജനങ്ങളെ നിഗ്രഹിച്ച് അവരെ തൻഭാര സങ്കടം തീർത്ത് വ്യഗ്രമെന്നെ സുഖിപ്പിച്ച് സജ്ജനങ്ങൾക്ക് മുക്തിസാധന ചരിത്രങ്ങളും ആയാലും സുവ്യക്തമായി ഉപകരിച്ച് ഈ കലിയുഗത്തിങ്കൽ മർത്യന്മാർക്ക് അനുഗ്രഹം ചെയ്ത് ഞങ്ങളെയെല്ലാം നിത്യവും ധർമ്മത്തോടെ രക്ഷിച്ചു കൊള്ളണമേ.
വിശ്വപാലന പ്രഭു സന്തതം നമസ്തുഭ്യമോ അച്യുതാനന്ദാത്മനെ ഭഗവൻ ജയ ജയ. ഇത്തരം ചൊല്ലി സ്തുതിച്ചിടിനോരമരകൾ സുത്രാമാവ് അബ്ജോത്ഭവ ശങ്കരാദികളോടും ഒത്തുനാഥനെ യതു സത്തമനെന്നിങ്ങനെ സത്വരം അവർകളും അഭിദാനം ചെയ്തത്. നിത്യമീ ജഗത്തെല്ലാം ഉൾത്താരിൽ അടക്കിയിടും ഉത്തമ പുരുഷനെ തന്നുടെ ഗർഭാശയ ചേത്രനിൽ ജനിപ്പിപ്പാൻ ആരംഭിച്ചിരിക്കുന്ന കാർത്തഴക്കുടലാളാം ദേവകതനുജയെ ചീർത്തഴും ഭക്തിയാ വിളിച്ചിടാൻ. അമ്മേ നീ താൻ ഓർത്തുകൊള്ളേണം ഒരു കാര്യം ഇക്കാലം നാഥേ. നിന്നോട് ചടരത്തിൽ നിന്നുടൻ ജഗന്നാഥൻ വന്നവതരിച്ചിടും ഇന്ന് അവൻ തന്നെ കൊൽവൻ എന്നുള്ളത് ആകതാരിൽ ഉറച്ചു വസിക്കുന്ന മന്നവൻ ഭോജാതിമൻ തന്നെ രക്ഷിച്ചുകൊള്ളുവാൻ നിന്നെയും നിന്നിൽ നിന്ന് നന്ദനൻ ഇവനെയോ തന്നുടെ കയ്യാൽ കൊല ചെയ്വതിന്നിരിക്കുന്നു. നിർണയാചാരൻ അരുതാതതില്ലേതും വധിച്ചെന്നിയെ പുനരിവൻ താനടങ്ങുകയില്ല. നിങ്ങളെക്കുറിച്ച് അവൻ ചെയ്തൊരു ഉപദ്രവം ഇങ്ങനെയൊന്നും ഭരിച്ചിടായിക എന്നനുഗ്രഹം തങ്ങളാലാകും വണ്ണം ചെയ്തതാ യഥാരുചി. ഇങ്ങനെ ഭക്തിയാ നമസ്കരിച്ചാൽ എല്ലാവരും. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ചിങ്ങമാസത്തിൽ അസിതാഷ്ടമി വിരിഞ്ച താരങ്ങൾ തങ്ങളിൽ ചേർന്നു നിന്നതും ദിശാകാരേ പന്നകശായി പരൻപുരുഷൻ വസുദേവർ തന്നെ തനയനായി ഇങ്ങവതാരം ചെയ്യുവാൻ മന്ദമന്യെ തുടങ്ങുന്ന അളവുടൻ ഇനചന്ദ്രാദിഗ്രഹങ്ങളെല്ലാവരും വേണ്ടും വർണ്ണവോ നിങ്ങിതങ്ങൾ അവതാരകാരി സിദ്ധായ തത്സംഗിലയങ്ങൾ തോറും അന്നരും വൃഷോദയെ മംഗലമുഹൂർത്തകേ വിജയകാലെ ജഗന്മംഗള പ്രസിദ്ധ ചന്ദ്രക്രിയാന്തരേശുവേ വിത്തുകളെല്ലാം പ്രസാദിച്ച അതിശയ നിത്യ നക്ഷത്രാദികൾ തെളിഞ്ഞ് ഉജ്ജ്വലിച്ചൊരു തരം അലങ്കൃതയാം ധരിത്രിയോ ദുർഭരഭരണോദയാഗ്രഹപ്രമദപരബുദ്ധ്യാദളിഞ്ഞ് എത്രയും വിളങ്ങിന പുഷ്കരാലയങ്ങളും ദക്ഷിണം തെളിഞ്ഞുള്ള പുഷ്കരങ്ങളെല്ലാം ഒക്കവേ വികസിച്ചും വൃക്ഷങ്ങൾ തളുത്തു പോത്തും കായികനികളാലക്ഷീണാഭയ തെളിഞ്ഞ് എത്രയും പ്രകാശിച്ചു. പക്ഷികൾ മൃഗങ്ങളും ജാത്യാദി വൈരം വെടിഞ്ഞൊക്കവേ തമ്മിൽ കളിച്ചൊന്നിച്ചു നേടിയിടാർ ചട്പദാദികൾ മകരന്തപാലവും ചെയ്തു. വിസ്ഫുരിതാനന്ദഗാനങ്ങളും തുടങ്ങിയ സുഗന്ധമല്ലാദികൾ ഗുണം ചേർന്ന് വാദബോധങ്ങളെല്ലാം വ്യാപിച്ചു വന്നേ. മേദിനി സുരവരന്മാരുടെ കുണ്ഠങ്ങളിൽ വിധിഹോത്രനും വലം ചുഴന്നു വിളങ്ങിന സാധുക്കളുടെ ഹൃദയാഗ്രഹങ്ങൾ തെളിഞ്ഞ് ആദിവ്യാധികൾ ഒഴിഞ്ഞ് അത്യാനന്ദന്മാരായാരെല്ലാം കംസാദികളും പുഷ്ടന്മാരും ഏതും കലർന്നു ദേവദുന്ദ്രമാകാശമാർഗത്തിങ്കൽ ആവോളം ആഘോഷിച്ചു തുടങ്ങി താനേ തന്നെ. ഗന്ധർവന്മാർ സംഗീതം തുടങ്ങിനാർ ഉന്നത ഭക്തിയ കോപ്പി സ്തുതിച്ചു സിദ്ധന്മാരും ചെമ്മേ കേവലം വിദ്യാധര സുന്ദരിമാരും നൃത്തഗീതങ്ങളൊത്ത് താള സമ്മേളം ചേർത്ത് സത്യനുത്തുങ്ക സംഗീതത്തോടെത്തിയിടിന പുതുമലക്കുലകൾ വാരിക്കോരി സുപ്രമോദേന പൊരിച്ചിടിന ദേവന്മാരും സ്വരൂപവരന്മാരായ മുനീന്ദ്രന്മാർ തൽസ്വരൂപത്തെ നമസ്കരിച്ചു തുടങ്ങിന. ഭക്തന്മാർ ഭക്തപ്രിയങ്ങൾ പ്രസാദത്താരങ്ങൾ ഭക്തന്മാർ ഭക്തപ്രിയങ്ങൾ മഹാവത്താരങ്ങൾ മുക്തിയില്ലാത്ത സംസിക്തന്മാരായ ചെത്തിലയ്ക്കും മുഴക്കങ്ങളും
ഞങ്ങളെല്ലാം ഒത്ത് അവതാരം ചെയ്ത വിഷ്ണുചിഹ്നങ്ങളെല്ലാം ഒത്ത് അഖിലോകേശ്വരം ഭഗവാനു കറ്റവാകുടലിൽ നിന്ന് അവതാരം ചെയ്ത ചിഹ്നങ്ങളെല്ലാം സകല ലോകേശ്വര ഭഗവാൻ സത്യവാകുലിൽ നിന്ന് അവതാരം ചെയ്ത വിഷ്ണുചിഹ്നങ്ങളെല്ലാം ഒത്ത് അഖിലോകേശ്വര ഭഗവാനു കറ്റവാകുടലിൽ നിന്ന് അവതാരം ചെയ്ത നമ്മളെല്ലാം അഖില ലോകേശന ഭഗവാൻ കണ്ടവാറുടെ വിഷ്ണുജന്മങ്ങളെല്ലാം ഒത്തഗ്രേശൻ താനു കൃഷ്ണനായി ഏവം അവതീർണനായ കാലം പരിപൂർണനായ ഉദിച്ചൊക്കവേ ജഗത്പ്രശോഭ വർത്തിച്ചിടും വണ്ണവും പച്ചീന്ദ്രധ്വജനുടെ പ്രഭയാലെ തക്ഷണം ശോഭിച്ചിരുന്നു സൂര്യനാലയം തുലോ പത്മാരി പ്രഥമ മധ്യവോർദ്ധപുണ്ട്രഞ്ച കൃപാലക്ഷണാന്വിത പത്മഭക്തലോചനങ്ങളും പഞ്ചപുഷ്പത്തോടെ ഉജ്ജലാസാഗ്ര വീക്ഷണങ്ങളോ മണ്ഡലങ്ങളിൽ നിത്യനിർമ്മിത മകരപ്പഴകളും ദന്തപങ്കിയോ മൃദുഹാസവും അധരമോ അന്തർമോദര ഇളങ്ങില മുഖാക്ഷമോ സംഘസംഗരാജിതമണികളും പങ്കമകൾ കരകങ്കണ രുചികളോ മധ്യപ്രദേശം നിവാസിത പത്മനാഭി വീരവസ്ത്രമുടഞ്ഞാനോ വേദാന്താർത്ഥങ്ങൾ അന്വേഷിച്ചാൽ ഏറ്റുവാനരുതാതെ പാദമംഗലങ്ങളും കൃഷ്ണവർണ്ണവും കാമസൗഭഗമായ കൃഷ്ണമൂർത്തിയെ തന്നെ ഭക്തനായി കണ്ടുണ്ടായോർ ചിത്താനന്ദാർത്ഥം വീണോ മണ്ഡലം കൃത്വാ ശീഘ്രമുദ്ധായ കൊണ്ട് അപ്പോൾ കണ്ടമാർക്ക് സപ്തരമൊരുപതിനായിരം പശുക്കളെ പുഷ്കര സമം മനം കൊണ്ട് ദാനം ചെയ്തു തൽഭയം തീർന്ന് മുക്തിമില്ലാനന്ദനായി ഉത്തമ ശ്ലോകം തന്റെ മാതൃകാരുടെ കുറിച്ച് തുതിച്ച് നമസ്കരിച്ചതനാൽ അഖിലേശൻ തന്നോട് ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ നമഃ കൃഷ്ണ